മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലുള്ള വളരെ രസകരമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപപാഠമാണ്. എന്താ ഉപപാഠം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ യൂണിറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ യൂണിറ്റിൽ 9 ചാപ്റ്റേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലിങ്ങനെ ഒരു ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പാഠഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അനുബന്ധ പാഠം എന്നോ അല്ലെങ്കിൽ ഉപപാഠം എന്നോ ഒക്കെ നമുക്ക് പറയാം. പക്ഷെ ഇതൊരു രസത്തിന് വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതല്ല. ഇതൊന്നും എന്ത് ചെയ്യും, നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ മരങ്ങൾ പൂക്കുന്നത് എന്ന് പറയുന്ന പാഠഭാഗം വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇതൊരു കവിതയാണ്. ഓക്കെ, എന്താണിത്? ഇതൊരു കവിതയാണ്. നമ്മളെ മലയാളത്തിൻ്റെ വളരെ ശ്രദ്ധേയനായ പ്രധാനപ്പെട്ട എഴുത്തുകാരിലെ കവികളിൽ ഒരാളായിട്ടുള്ള റഫീഖ് അഹമ്മദ് ആണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. അതേപോലെ ഒരുപാട് സിനിമാ ഗാനങ്ങൾ കേട്ടോ, മലയാളത്തിൽ ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആൾ കൂടെയാണ് റഫീഖ് അഹമ്മദ് എന്ന് പറയുന്നത്. അപ്പോൾ മരങ്ങളെ കുറിച്ചാണ് മരങ്ങൾ പൂക്കുന്നത് എന്ന് പറയുന്ന കവിതയിൽ 2 വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഒരു കവിതയിൽ പറയുന്നത്. 1961 കവിയും ചലച്ചിത്ര ഗാന രചയിതാവൊക്കെ ആയിട്ടുള്ള നമ്മുടെ റഫീഖ് അഹമ്മദ് ജനിച്ചിട്ടുള്ളത് തൃശ്ശൂരിലാണ്. അദ്ദേഹത്തിൻ്റെ അക്കിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കൃതികൾ, സ്വപ്നവാങ്മൂലം, ആൾമറ, ചീട്ടുകളിക്കാർ, ശിവഗാമി, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൃതികൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് റഫീഖ് അഹമ്മദ് എന്ന് പറയുന്നത്. ഒരുപാട് പുരസ്കാരങ്ങൾ, ഇപ്പോൾ സിനിമാ മേഖലയിലൊക്കെ ഒരുപാട് ഗാനങ്ങൾ എഴുതിയ ആളാണ്. ഇപ്പോൾ മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത് ആരാണ്? റഫീഖ് അഹമ്മദാണ്. നമ്മുടെ എന്നും നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിലുള്ള ഒരുപാട് പാട്ടുകളൊക്കെ അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. ഒരുപാട് സിനിമകൾക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2007 മികച്ച ഗാനരചയിതാവായിരുന്നു. 2009, 10, 12, 15 മികച്ച ഗാനരചയിതാവ് എന്നുള്ള പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര അവാർഡ് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? റഫീഖ് അഹമ്മദിനാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള കവി എഴുതിയിട്ടുള്ള കവിതയാണ് മരങ്ങൾ പൂക്കുന്നത് എന്ന് പറയുന്ന കവിത കേട്ടോ. റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ് മരങ്ങൾ പൂക്കുന്നത് എന്ന് പറയുന്ന കവിത. അപ്പോൾ മരങ്ങൾ പൂത്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനെ മരങ്ങൾ നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പൂത്ത് നിൽക്കുന്ന മരങ്ങളെക്കുറിച്ച്, നമ്മുടെ ഭൂമിയെ സുന്ദരമാക്കുന്ന അത്തരം കാഴ്ചകളെ കുറിച്ച് അല്ലേ. അപ്പോൾ ഈ അങ്ങനെയുള്ള മരങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവിതയിൽ. മരങ്ങൾ വേറിട്ട് നിൽക്കുമ്പോഴും വേറിട്ടാണ് മരങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അവയൊക്കെ പരസ്പരം എന്ത് ചെയ്യുന്നു, കണക്റ്റഡ് ആണ് അല്ലേ. അവയുടെ എന്താ പറയുക, ഭൂമിക്കടിയിൽ അവർ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ആത്മബന്ധത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ മരങ്ങളുടെ സുന്ദരമായിട്ടുള്ളൊരു ലോകത്തിലേക്ക് കവിതയിലൂടെ എന്ത് ചെയ്യാണ് റഫീഖ് അഹമ്മദ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആക്ച്വലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കവിതയൊന്ന് വായിച്ചാലോ, ഒടിച്ചിരുന്ന് വായിക്കട്ടെ. ഇരുമരങ്ങൾ ഈ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞൊരേ വെയിൽ കുടിച്ചിരുണ്ട പച്ചില തഴപ്പുമായി നിൽക്കും. ഒരേ നിലാവ് വീണ് അവയുടെ ഇലത്തലപ്പുകൾ മിന്നും. ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിഴയ്ക്കുള്ളിൽ വന്ന് ഒളിച്ച് കൺചിമ്മും. പരസ്പരം മിണ്ടാതൊരേ മണ്ണിൽ തന്നെ ഒരേ കാറ്റിൽ തുള്ളി ഇളകുമെന്നാലും അവരോ വെവ്വേറെ മരങ്ങളായി നിൽക്കും. ഒരു പുലർച്ചയിൽ ഇരുമരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചുലഞ്ഞിടും. ഒരുപക്ഷെ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യത്തിലാണ് എന്ത് ചെയ്യുന്നത് കവിത അവസാനിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആശയങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണ് കവിതയിൽ പറയുന്നത്, വരികളുടെ ആശയം ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ ടീച്ചർ ഒന്ന് വിശദീകരിക്കാം അല്ലെ. എങ്ങനെയാ പറയുന്നത്? ഇരുമരങ്ങൾ ഈ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞൊരേ വെയിൽ കൂടി ചിരണ്ട പച്ചിലത്തഴപ്പുമായി നിൽക്കുമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഒരേ 2 മരങ്ങളാണ്. ആ മരങ്ങൾ 2 വ്യത്യസ്തങ്ങളായിട്ട് നിൽക്കുന്ന മരങ്ങളാണ്. പക്ഷെ അവ ഒരേ മഴയാണ് നനയുന്നത് അല്ലെ, ഒരേ വെയിലിനാണ് അവർ നിൽക്കുന്നത്. ഒരേ പച്ചില തലപ്പുമായിട്ട്, അതായത് പച്ചയിലകൾ അതിൻ്റെ തലപ്പുമായിട്ട് എന്ത് ചെയ്യണോ, അങ്ങനെ 2 മരങ്ങളാണെങ്കിൽ പോലും അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഒന്നാണ് എന്നാണ് കവി പറയുന്നത് അല്ലെ. ഒരേ നിലാവ്, ഒരേ നക്ഷത്ര വെളിച്ചം, ഒരേ മിന്നാമിനിങ്ങിന്റെ വെളിച്ചാവാം, നക്ഷത്ര വെളിച്ചാവാം,
അതേപോലെ എല്ലാ മരങ്ങൾക്കും എന്ത് ചെയ്യണോ, ഒരേപോലെയാണ് വെളിച്ചം കിട്ടുന്നത്, ഒരേപോലെയാണ് മഴ ലഭിക്കുന്നത്, ഒരേപോലെയാണ് പ്രകാശം ലഭിക്കുന്നത് അല്ലെ. അങ്ങനെ എല്ലാം ഒരേപോലെയാണ് അവർക്ക് ലഭിക്കുന്നത് അല്ലെ. ഒരേ നിലാവ് വീണ് അവയുടെ ഇലത്തലപ്പുകൾ മിന്നും. നിലാവ് വീണ് ഒരേ നിലാവാണ് വീഴണേ. എൻ്റെ ഇലത്തലപ്പുകൾ എന്ത് ചെയ്യണോ, നമ്മൾ കാണാറില്ലേ പ്രകാശം വീഴുന്ന സമയത്ത് ഇലകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത് കാണാറില്ലേ ആ പ്രകാശത്തില്, നിലാവില്. അപ്പൊ അതിനെയാണ് വളരെ മനോഹരമായ രീതിയിൽ കവി വർണ്ണിച്ചിരിക്കുന്നത് കേട്ടോ. ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിടയ്ക്കുള്ളിൽ വന്ന് ഒളിച്ച് കഞ്ചിമും എന്ന് പറയാണ്. അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്, ഇലകൾക്കുള്ളിൽ ഒളിക്കുന്ന മിന്നാമിനുകളെ ആവാം കവി അങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരേ നക്ഷത്രങ്ങൾ വന്നിട്ട് എന്താണ്, മിന്നാമിനുകളാകുന്ന നക്ഷത്രങ്ങൾ വന്ന് അവയുടെ ഇലത്തലപ്പുകൾക്കുള്ളിൽ ഒളിക്കും എന്ന് പറയാണ്. പിന്നെയോ അങ്ങനെ ഒരേ അനുഭവങ്ങളാണ് അല്ലെ. ഇപ്പൊ രണ്ട് മരത്തിനും വ്യത്യസ്തങ്ങളായി നിൽക്കുകയാണെങ്കിൽ പോലും ഈ രണ്ട് മരങ്ങളും അനുഭവിക്കുന്നത് ഒരേ കാര്യങ്ങളാണ് എന്ന് പറയാനല്ലേ. ഒരേ കാറ്റിൽ തുള്ളി ഇളകുമെന്നാലും അവരോ വെവ്വേറെ മരങ്ങളായി നിൽക്കും അല്ലെ. ഒരേ കാറ്റടിച്ചിട്ട് അവരിങ്ങനെ തുള്ളി ഇളകും അല്ലെ. കാറ്റിൽ മരങ്ങളൊക്കെ ഇങ്ങനെ നൃത്തം ചെയ്ത് നമ്മൾ കാണാറുണ്ട് അല്ലെ. പക്ഷെ എങ്കിലും എന്താണ്, ഒരേ കാറ്റിൽ അവർ തുള്ളി ഇളകുമെന്നാകിലും എന്ത് ചെയ്യണോ, അവർ വെവ്വേറെ മരങ്ങളായിട്ട് നിൽക്കുന്നവരാണ് എന്ന് പറയാണ്. ഒരു പുലർച്ചയിൽ ഇരു മരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചുലഞ്ഞിടും. എന്താണ്, ഒരു പുലർച്ചയിൽ ഇരു മരങ്ങളും എന്ത് ചെയ്യും, നിറയെ പൂക്കളാൽ എന്ത് ചെയ്യാണ്, ജ്വലിച്ച് ഉലഞ്ഞിടും എന്ന് പറയാണ് അല്ലെ. ഒരേ പൂക്കൾ കൊണ്ട് എന്ത് ചെയ്യണോ, പൂക്കളും ഒരുപോലെ അല്ലെ ഇവർക്ക് എന്ത് ചെയ്യാണ്, മരങ്ങളിൽ ഉണ്ടാവുകയാണ് അല്ലെ. ഒരു പക്ഷെ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കവി ആലോചിക്കുകയാണ്, അതായത് ഇവരെല്ലാം ഇവർക്ക് ഒരുപോലെയാണ്, പക്ഷെ ഇവർ രണ്ടും വേറിട്ട് നിൽക്കുന്ന മരങ്ങളാണ്. ഒരു പക്ഷേ മണ്ണിനടിയിൽ ഇവർ വേരുകൾ കൊണ്ട് അല്ലെ തൊടുന്നുണ്ടാവുമോ, അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടാവും, നമ്മൾ കാണാതെ മണ്ണിനടിയിലൂടെ ഇവർ ചിലപ്പോ അല്ലെ തൊടുന്നുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യത്തിലാണ് എന്ത് ചെയ്യുന്നത് കവിത അവസാനിക്കുന്നത്. ഇതേ ആശയമുള്ള മറ്റൊരു കവിതയുണ്ട് മലയാളത്തില്. വീരാൻകുട്ടി മാഷ് എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേര് തൊട്ടു തൊട്ടു നടക്കുമ്പോൾ എന്ന് പറയുന്ന കവിതയാണ്. ഇതേ ആശയമാണ് ആ കവിതയിലും വരുന്നത് അല്ലെ. അപ്പോൾ കാണുമ്പോൾ രണ്ടായി നിൽക്കുന്ന മരങ്ങൾ എന്ത് ചെയ്യുന്നു, മറ്റെല്ലാ കാര്യത്തിലും ഒന്നായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലെ നമ്മൾ കാണുന്നത്. രണ്ട് വേറിട്ട അല്ലെ, രണ്ട് സ്ഥലത്തായിരിക്കും മരങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ടീച്ചർ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളൊന്നുമല്ല, എങ്കിലും നിങ്ങൾ സഹിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് മരങ്ങളാണ് അല്ലെ, രണ്ട് വേറിട്ട മരങ്ങളാണ്. അവരൊരേ മഴ നനയുന്നു, ഒരേ കാറ്റ് ഇതാവുന്നു, ഒരേ വെയിലിൽ ഒരേ നിലാവ് അല്ലെ. അപ്പൊ കവി ചോദിക്കുകയാണ്, ഇതിങ്ങനെ എല്ലാ അനുഭവങ്ങളും ഒന്നിച്ചാണ്. അപ്പൊ ഇവരുടെ വേരുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടാവുമോ, തൊടുന്നുണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള ഒരു കവിതയാണ്. മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടുപിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് കരുതി അല്ലെ, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ അല്ലെ. വീരാൻകുട്ടി മാഷിന്റെ കവിതയാണ് തൊട്ട് തൊട്ട് നടക്കുമ്പോൾ എന്ന് പറയുന്ന കവിതയാണ്. അതായത് ഇലകൾ തമ്മിൽ തൊടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അകറ്റി നട്ട മരങ്ങൾ എന്ത് ചെയ്യുന്നു, മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ അതേ ആശയമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കവിതയിൽ നമ്മൾ കാണുന്നത് അല്ലേ. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളാണ്, അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളൊക്കെ ഒന്നാണ് അല്ലേ. അപ്പോൾ ഈ മരങ്ങൾ മണ്ണിനടിയിൽ അവർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് കവിതയിൽ എന്ത് ചെയ്യുന്നത് അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യവും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലും കൊച്ചുദേവദാരു എന്ന കഥയിലും ഒരേ ആശയം തന്നെയാണോ പ്രകടമാവുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ കഥയിലും അതേപോലെ എന്താണ് കൊച്ചുദേവദാരു എന്ന് പറയുന്ന കഥ ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊച്ചുദേവദാരുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ മരങ്ങൾ പൂക്കുന്നത് എന്ന് പറയുന്ന കവിതയിലും കൊച്ചുദേവദാരു എന്ന് പറയുന്ന കഥയിലും എന്ത് ചെയ്യാണ്, ഒരേ അല്ലെ ആശയത്തെയാണ് എന്ത് ചെയ്യുന്നത് ആവിഷ്കരിക്കുന്നതെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, കവിതയിലെയും കഥയിലെയും മെയിൻ കഥാപാത്രങ്ങൾ ആരാണ്, മരങ്ങളാണ്. മരങ്ങളെ കുറിച്ചാണ് രണ്ട് പാഠഭാഗത്തിലും എന്ത് ചെയ്യുന്നത് നമ്മളോട് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഭൂമിയെ സുന്ദരമാക്കുന്നതിൽ മരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭൂമിയെ നിലനിർത്തുന്നതിൽ, നമുക്കൊക്കെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നൽകുന്നതിലും നല്ല ജീവശ്വാസമാവുന്നതിലും ജലം എല്ലാത്തിനും എന്തിനും പങ്കുണ്ടടാ, മരങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അല്ലെ, ഈ ഒരു കൊച്ചുദേവദാരു എന്ന് പറയുന്ന കഥയിലും അതുപോലെ ഈ ഒരു കവിതയിലും ഒരേ ആശയമാണ് എന്ത് ചെയ്യുന്നത് പ്രകടമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കഥയിൽ ദേവദാരു മരം ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നെങ്കിലും മറ്റെല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ട് മറ്റുള്ള കാട്ടിനുള്ളിലുള്ള മരങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ പ്രിയപ്പെട്ട ഒന്നായിട്ടാണ് ആ കൊച്ചുദേവദാരു വളരുന്നത് അല്ലെ. കിളികളോടും തുമ്പിയോടും വണ്ടിനോടും പൂമ്പാറ്റയോടും ഒക്കെ എന്ത് ചെയ്യണം, അത് സംസാരിക്കുന്നുണ്ട് അല്ലെ, അത് അതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ മരങ്ങൾ പൂക്കുന്നത് എന്ന് പറയുന്ന കവിതയിലും എന്ത് ചെയ്യണം, ഒരേ
മണ്ണിൽ വേരൂന്നി നിൽക്കുന്ന ചില്ലകളാൽ പരസ്പരം തൊടുന്ന അല്ലെ, ഒരേ വെയിലും മഴയും ഒക്കെ ഏറ്റുവാങ്ങുന്ന രണ്ട് മരങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ വ്യത്യസ്തമായിട്ട് നിൽക്കുമ്പോൾ പോലും അവരെന്ത് ചെയ്യുന്നു, ഒന്നിച്ചനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് കവിതയിൽ പറയുന്നത്. അപ്പൊ മിണ്ടാതെ അല്ലെ, പരസ്പരം കാലങ്ങളോളം മിണ്ടാതെ നിൽക്കുന്ന മരങ്ങളാണ്. പക്ഷെ അവര് പൂക്കുന്നു, കായ്ക്കുന്നു, ഒരേ മഴ നനയുന്നു. അപ്പൊ അവര് വേരുകൾ കൊണ്ടെന്താണ് മണ്ണിനടിയിലും അല്ലെ വേരുകളാൽ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവാണ് എന്ത് ചെയ്യുന്നത് ഈ കവിതയിലൂടെ റഫീഖ് അഹമ്മദ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അല്ലെ മരങ്ങൾക്കും എന്ത് ചെയ്യാണ് ഇവിടെ മാനുഷിക ഭാവം അല്ലെ, മനുഷ്യരെ പോലെയുള്ളൊരു ഭാവം എന്ത് ചെയ്യാണ്, മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് മരങ്ങളെ കാണാണ് അല്ലെ. അപ്പോൾ മാനുഷിക ഭാവം നൽകിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവിതയിൽ മരങ്ങളെ കവി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുവെങ്കിലും ഓരോ മരവും പരസ്പരം എന്ത് ചെയ്യാണ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ആശയം കൂടെ കവിതയുടെ അവസാനം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ അത്രയും മനോഹരമായിട്ടുള്ളൊരു ഭൂമിയിൽ അല്ലെ നമ്മളോടൊപ്പം ജീവിക്കാൻ ഉള്ള ഒരു അവകാശം ഭൂമിയിലുള്ള മരങ്ങൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു യൂണിറ്റ് മുഴുവൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോൾ അതിനെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ, മരങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ഒക്കെ പ്രാധാന്യത്തെയാണ് ഒരു കവിതയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മരങ്ങൾക്ക് ഭൂമിയിലുള്ള സ്ഥാനവും പ്രകൃതിയെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ അല്ലെ അതിലുള്ള അതിലുള്ള പങ്കും ഒക്കെ എന്ത് ചെയ്യാണ് കവിതയിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ മരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു ആശയവും എന്ത് ചെയ്യാണ് ഒരു കവിതയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏത് പാഠഭാഗം എന്ന് പറയുന്നത്, മരങ്ങൾ പൂക്കുന്നത് എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ ഇത് നമുക്ക് യൂണിറ്റിലൊന്നും പഠിക്കാനില്ലല്ലോ അല്ലെ, ഇത് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇത് പഠിക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. എന്നാലും എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് ടീച്ചർ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരുന്നത്. ഇത് ഉപപാഠമായിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ എന്ത് ചെയ്യണോ ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠഭാഗം തന്നെയാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക മക്കൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയും എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉഷാറായിട്ട് പഠിക്കണം. ഇനി മലയാളം ഫസ്റ്റിൽ അല്ലെ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വേണ്ടത്, ഇതേപോലെ കോണ്ടന്റ് വീഡിയോസ് ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലാവുക ഏത് ചാപ്റ്റേഴ്സാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി ആരെങ്കിലുമൊക്കെ നമ്മുടെ ബാച്ചിൽ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ബാച്ചുകളിൽ അഡ്മിഷൻ എടുക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ അഡ്മിഷനൊക്കെ എടുക്കുക. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണുള്ളത് ആപ്പിൽ. അപ്പോൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ആപ്പിൽ എന്ത് ചെയ്യണം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഷാറായിട്ട് പഠിക്കാം. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.